സംസ്ഥാനത്ത് ചൂടേറുന്നു. താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. രശ്മി കാർത്തിക ചേർന്നു. രശ്മി, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വരുന്നുണ്ടല്ലോ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, സംസ്ഥാനത്ത് കഠിനമായ ചൂട് അത് തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പലയിടങ്ങളിലും താപനില ഏതാണ്ട് 36 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരും. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ താപനില. 37 ഡിഗ്രി സെൽഷ്യസ് താപനില ഇന്ന് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. മറ്റ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. അതികഠിനമായ ചൂടായിരിക്കും അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് നിർദ്ദേശങ്ങളിൽ പറയുന്നത്. പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യന്റെ വെയിൽ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. കാരണം സൂര്യാഘാതത്തിനും സൂര്യാതപത്തിനുമൊക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ, അതും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. അതോടൊപ്പം തന്നെ പരമാവധി വെള്ളം കുടിക്കുക. ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുക. ഈ കാർബണേറ്റ് പാനീയങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നിർത്തുക. മദ്യം, കാർബണേറ്റ് പാനീയങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാനീയങ്ങളുടെ ഉപയോഗം നിർത്തലാക്കുക എന്നുള്ളത് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടക്കം മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ വൈകുന്നേരത്തെ സമയത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലകളിലടക്കം വൈകുന്നേരത്തെ ശക്തമായ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരം സമയങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതുകൊണ്ടും അതിനെതിരെയും പ്രത്യേക ജാഗ്രത പുലർത്തണം. മലയോര മേഖലകളിലടക്കം താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്ന ഒരു കാര്യം. വിനോദ്, തീർച്ചയായും കാലാവസ്ഥാ മുന്നറിയിപ്പ്, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാലാവസ്ഥാ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.